നമ്മളിന്ന് പരിചയപ്പെടുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള ഒരു വീടും സ്ഥലമാണ്. നമ്മളിത് ഈ കാണുന്ന ഈ വീതിയുള്ള ടാറിംഗ് റോഡിന്റെ സൈഡിൽ കാണുന്ന വീട്, ഈ കാണുന്ന വീടാണ്. നമ്മളിപ്പോ ഈ കണ്ട ഈ വീതിയുള്ള ടാറിംഗ് റോഡ് ഇത് നേരെ ബസ് റൂട്ടിലേക്കാണ് പോകുന്നത്. ഒരു 200 മീറ്റർ ദൂരമൊക്കെയാണ് ബസ് റൂട്ടിലേക്കുള്ളത്. ബസ് റൂട്ടൊക്കെ തൊട്ടടുത്താണ്. ബസ് ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് നേരെ നടന്നു വരാൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മളെ ഈ വീടുള്ളത്. ഇതാണ് നമ്മളെ വീട്. ടോട്ടല് 5 സെന്റ് സ്ഥലമാണുള്ളത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളുണ്ട്, 2 ബാത്റൂമുകളുണ്ട്, കിച്ചന് വർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. ഇതുപോലെ ചുറ്റിലും മതിലുണ്ട്, അതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്, ഗേറ്റ് ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോഡ് തന്നെയാണ്. ഇത്രയും വീതിയുള്ള ടാറിംഗ് റോഡിന്റെ സൈഡാണ്, അതുപോലെ ബസ് റൂട്ടിന്റെ അടുത്താണ്. നല്ല വാഹന സൗകര്യമുള്ള സ്ഥലത്താണ് നമ്മളെ വീടുള്ളത്. നമ്മളങ്ങനെ നേരെ വീടിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. പുറം സൈഡ് ഭാഗങ്ങളും അതുപോലെ വീടിന്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. നമ്മളങ്ങനെ ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. ഈ വീടിന് അധികം പഴക്കമില്ലാത്തൊരു വീടാണ്. നിലവിൽ പാൾത്താമസമില്ലാതെ കിടക്കുന്ന ഒരു വീടാണ്. അതിൻ്റെതായ ചെറിയൊരു പുല്ലുകളൊക്കെ നമ്മളിങ്ങനെ മുറ്റത്തൂടെ ഇങ്ങനെ കാണാം. മുറ്റൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നല്ലൊരു പോർച്ചൊക്കെ ഉണ്ട്. ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. കുറച്ചൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട്. പരിസരത്തൊക്കെ ഫുള്ള് വീടുകളാണ്. നേരെ നമുക്ക് സൈഡിലൂടെ അങ്ങനെ പോയി വീടിന്റെ ബാക്ക് വശം ഒന്ന് കാണാം. വെള്ളത്തിന്റെ സൗകര്യമാണ് നമ്മൾ കാണുന്നത്. ബോർവെല്ലാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉള്ളൊരു ബോർവെല്ലാണ്. നല്ല വെള്ളമാണ് ബോർവെല്ലൊക്കെ. ഇവിടെ അലക്കാനുള്ളൊരു അലക്കലൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളങ്ങനെ വീടിന്റെ ബാക്ക് വശത്താണുള്ളത്. ഈ ബാക്കിലേക്ക് ഇനി കുറച്ച് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് കൂടുതൽ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സൈഡിലൂടെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. ഇവിടെ ഒരു നാരങ്ങന്റെ മരക്കാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. ഇവിടെയൊക്കെ അതങ്ങനെ ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ബാക്ക് സൈഡിൽ. ഇവിടെ ഒരു കറിവേപ്പിലിന്റെ മരമുണ്ട്. അതുപോലെ മൂലക്കായിട്ട് സൈഡിൽ നമ്മളെ ഇരുമ്പമ്പുളി എന്നൊക്കെ പറയുന്നില്ലേ, ഒരു പുളി കറിയിലൊക്കെ ഇടുന്ന പുളിന്റെ ഒരു മരക്കാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. വീടിന്റെ സൈഡ് ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ നല്ല കോൺക്രീറ്റിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല റിട്ടേൺ വാളൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഈ ബാത്റൂം. ഇത് സാധാ ക്ലോസറ്റുള്ളൊരു ബാത്റൂമാണ്. നേരെ വീടിന്റെ ഉൾവശം കൂടി ഒന്ന് കാണാം. സിറ്റ് ഔട്ടിന്റെ ഭാഗം കണ്ടില്ലേ, ഇതിന്റെ ഡോറുകള് ജനലുകള് അതെല്ലാം മരത്തിലാണ് എല്ലാം പണിതിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോറൊക്കെ ഡബിൾ ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നേരെ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള വീടാണ്. ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യമാണുള്ളത്. സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല കർട്ടൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഒരു വാഷ് ബേസ് ഒക്കെ ഉണ്ട്.
അങ്ങനെ നമ്മൾ ഈ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. വലിപ്പമുണ്ട് ബെഡ്റൂമിനൊക്കെ. സൈഡിലൊക്കെ നല്ല കർട്ടൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബാത്റൂം കൂടി വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ് ആണുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ബെഡ്റൂമിൽ ഇതാ അൽമറൊക്കെ ഉണ്ട്, ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യം ഉണ്ട്, അതുപോലെ ഇതാ ബർത്തൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ആ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഇതാ ബർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉള്ളിൽ അൽമറൊക്കെ ഉണ്ട്, ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണും വർക്ക് ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ 32 ലക്ഷം രൂപയാണ്. വിലക്ക് നെഗോഷ്യബിൾ ആണ്. നല്ല സൗകര്യമുള്ള വീടും സ്ഥലമാണ്. പറഞ്ഞതുപോലെ ബസ് റൂട്ട് അടുത്തുണ്ട്. നല്ല വീതിയുള്ള ടാറിംഗ് റോഡിന്റെ സൈഡിലാണ്. വയനാട് ജില്ലയിലാണ്, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ്. അധികം പഴക്കമില്ലാത്ത വീട്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. ഇതിനെപ്പറ്റി ഇനി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. കിച്ചണിലത നല്ല കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നല്ല പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട്, അതുപോലെ പാത്രങ്ങൾ വെക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്, അതുപോലെ ബർത്തുണ്ട്, അൽമറൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. നമ്മൾ വർക്ക് ഏരിയയാണ് കാണുന്നത്. വർക്ക് ഏരിയയിലൊക്കെ ഇതുപോലെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റാണ് ഉള്ളത് ഈ വർക്ക് ഏരിയന്റെ ഭാഗത്ത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.